മാമ്പഴത്തിന്റെ ഈ അധ്യായത്തിൽ നവരസം എന്ന വിഷയത്തിൽ കവിത ചൊല്ലാനെത്തുന്നു നസ്രീൻ. മാമ്പഴത്തിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം. നസ്രീൻ എവിടുന്ന് വരുന്നു? ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുന്നിയൂർക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. എന്ത് ചെയ്യുന്നു നസ്രീൻ? ഞാൻ +2 പഠിക്കുകയാണ്. അപ്പം കവിതയൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടോ? ചെറുപ്പം മുതലേ കവിത ചൊല്ലാറുണ്ട്. അപ്പൊ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ വേദിയിൽ എത്തിയിരിക്കുന്നത്. അതെ. ഇന്ന് ഏത് കവിതയാണ് ചൊല്ലുന്നത്? ഇന്ന് അക്കിത്തത്തിന്റെ നിത്യമേഘം. നന്നായി ചൊല്ലാൻ സാധിക്കട്ടെ. നന്ദി ചേച്ചി. ദുഃഖത്തിനഗ്നിയാൽ ധൂമപാളിയാൽ നിശ്വാസവായുവാൽ അശ്രുബിന്ദുവാൽ കാലപുരുഷൻ മഴമേഘത്തെ നിർമ്മിച്ചു പറപ്പിക്കുന്നു ലീലയായി ഭാവനാകാശത്തിലൂടെ ശിശു പട്ടത്തേന്ന പോ സമുന്നത മനുഷ്യാത്മരാമഗിര്യാശ്രമങ്ങളിൽ ഇടതിങ്ങിയ പച്ചപ്പിൽ കുടകപ്പാല പൂക്കവേ ഒരിളം കുളിർക്കാറ്റൂതും ആഷാഢപ്പുലർവേളയിൽ നേർത്തിഴഞ്ഞൊഴുകും കാട്ടുചോല തൻ മൂളൽ കേൾക്കവേ നീവൊന്നു മിഴി തോരാതെ ഒരു പുരുഷ വിഗ്രഹം മാനത്തേക്കൊന്തിനിൽ കൊന്ന മുനമ്പിൽ പൂർണ്ണമുക്തനായ അവന്റെ കണ്ണിൽ താഴത്തു നിൽപ്പൂ വർഷാഘനാഘനം സാനുവിൽ
നസ്രീൻ, ചേച്ചി അക്കിത്തത്തിന്റെ നിത്യമേഘം എന്ന കവിത ചൊല്ലിക്കഴിഞ്ഞു. എന്ത് തോന്നുന്നു? പരിഭ്രമമുണ്ടോ? കുറച്ച് ചെറുതായിട്ട്. ചെറുതായിട്ട്. എന്തായാലും ഒട്ടും പരിഭ്രമിക്കേണ്ട. നമ്മുടെ വിധികർത്താക്കൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. ലീലാകൃഷ്ണൻ സർ. നസ്രീൻ, സർ ഒന്നാം തരമായി ഈ കവിത തിരഞ്ഞെടുത്തതും ആലപിച്ചതും. കാരണം ഇത് അക്കിത്തത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. അക്കിത്തത്തിന്റെ പല കവിതകളും പറയുന്ന കൂട്ടത്തിൽ ഈ നിത്യമേഘം അധികം ആരും പറയാറില്ല. മലയാള കവിത ആധുനികതയിലേക്ക് കുതിച്ചുയർന്നതിൻ്റെ ഒരു ബേസ് സ്റ്റേഷൻ എന്ന് പറയാം നിത്യമേഘത്തെ. ആധുനികമാണത്. അതോടൊപ്പം കാളിദാസീയമായ ഒരു സൗന്ദര്യ പ്രഹർഷത്തെ കുറുക്കിയെടുത്ത്, കാളിദാസനെയും മേഘദൂതനെയും കുറുക്കിയെടുത്തൊരു ചിമിഴിലാക്കിയതുപോലെ അത്ര ഉദാത്തമായൊരു കാവ്യമാണ്. ആ കാവ്യം അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ക്ലാസിക്കൽ ഗരിമ വിടാത്ത വിധത്തിൽ തന്നെയാണ് ആലപിച്ചത്. താങ്ക് യു സർ. അതിൽ പറ്റിയ ഒരു പക്ഷേ ചില വരികൾ എഡിറ്റ് ചെയ്തു അല്ലേ? അവസാനത്തെ വരിയുണ്ടല്ലോ, വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ ഞാൻ കടന്നു പോന്നു ഭാഗ്യത്താൽ, വെറും നൂലായിരുന്നു ഞാൻ. അങ്ങനെ വരിയുണ്ട് അതിൻ്റെ അവസാനം അല്ലേ? സൂത്രസ്യേ വാസ്തുമേ ഗതി, കാളിദാസന്റെ വരിയാണ്. ഈ വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കിടയിലൂടെ ഞാൻ കടന്നു പോകുന്നത് വെറും നൂലായിരുന്നത് കൊണ്ടാണ് എന്നാണ്. അക്കിത്തത്തെ പോലെ ഇത്രയും വിനയം കൊണ്ട് നൂലിനേക്കാൾ ചെറുതായി നിൽക്കുന്ന ഒരു വലിയ കവിയെ ലോകത്ത് കാണാൻ പ്രയാസമാണ്. അത്രമേൽ വിനീതനായ, അത്രമേൽ ഉദാരനായ, അത്രമേൽ സ്നേഹവാനായ, അത്രമേൽ മഹാനായ ഒരു കവിയെ അടയാളപ്പെടുത്തുന്ന ഈ കവിത നന്നായി തന്നെയാണ് ആലപിച്ചത്. അഭിനന്ദനം. താങ്ക് യു സർ. നന്ദി സർ. കുരീപ്പുഴ സർ. നന്നായി നസാൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നമ്മുടെ സന്ദേശകാവ്യങ്ങൾ സംസ്കൃതത്തിലായാലും മലയാളത്തിലായാലും എല്ലാം ഒരു പ്രത്യേക വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. ആ വൃത്തം മന്ദാക്രാന്ത എന്ന് പറയുന്നൊരു വൃത്തമാണ്. മന്ദാക്രാന്ത മഭനതകം 4 6 7 മൈകം, ഇതാണ് അതിൻ്റെ ലക്ഷണം. ഇതിനകത്ത് അക്കിത്തം ചെയ്ത് ഈ മന്ദാക്രാന്ത വൃത്തത്തിലുള്ള കാളിദാസൻ്റെ മേഘദൂതത്തെ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും താളത്തിലേക്ക് ഉയർത്തിയെന്നതാണ് അനുഷ്ഠിപ്പ് നടന്ന വൃത്തം. അതുകൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടത് ആലപിക്കാൻ നസ്രീന് സാധിച്ചു എന്നുള്ളതാണ്. ഈ താളവ്യവസ്ഥയിൽ വജ്രതുല്യമായിട്ടുള്ള വരികൾ അക്കിത്തത്തിൻ്റേതായിട്ട് നമുക്ക് ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം എന്നുള്ള ആ കണ്ടെത്തൽ, അതെല്ലാം അക്കിത്തത്തിൻ്റെ ഈ പ്രത്യേക താളത്തിലുള്ള ഈ ബോധത്തിൽ നിന്ന് ഉയർന്ന് വന്നിട്ടുള്ളതാണ്. അതാണ് നസ്രീനെ മനോഹരമാക്കിയായിട്ടത് ചൊല്ലാൻ സഹായിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. നന്നായി. നന്ദി സർ. നസ്രിയ, അപ്പൊ സന്തോഷിക്കാൻ ഏറെ വകയുണ്ട്. കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞല്ലോ. ആനന്ദാശ്രൂക്കളാണ് അല്ലേ? എന്തായാലും നമുക്ക് മാർക്ക് അറിയാം. പൂർണ്ണമായും സന്തോഷിക്കുന്ന മുമ്പ് മാർക്ക് എത്രയാണെന്ന് കൂടി അറിയാം. ലീലാകൃഷ്ണൻ സർ. നസ്രീൻ, സന്തോഷിക്കാനുള്ള മാർക്കും തരാം. 50-ൽ 45 മാർക്ക്. നന്ദി സർ. കുരീപ്പുഴ സർ. 44 മാർക്ക്. നസ്രീൻ 100-ൽ 89 മാർക്ക് നേടിയിരിക്കുകയാണ്. നല്ല ഉയർന്ന മാർക്ക് തന്നെ ആദ്യത്തെ കവിത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ നേടാൻ സാധിച്ചു. ഇനിയും ഇതേ മികവോടുകൂടി, അല്ലെങ്കിൽ കൂടുതൽ മികവുറ്റതാക്കട്ടെ അടുത്ത കാവ്യാലാപനങ്ങൾ എന്ന് ആശംസിക്കുന്നു. അഭിനന്ദനങ്ങൾ. താങ്ക് യു.